ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തുവാ? നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നു. അതെ, ഇന്ന് നമ്മള് ഫുഡ് എന്ന് പറയുമ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാ. ഓക്കെ. നൂഡിൽസ് എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്തുവാ? നൂഡിൽസ് എല്ലാവരും ഉണ്ടാക്കുന്നല്ലേ, പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. ഇല്ല, പക്ഷെ നമ്മൾ ഇന്ന് ഇതുവരെ കഴിക്കാത്ത ഒരു ബ്രാൻഡ് ട്രൈ ചെയ്യാൻ പോവാം. ഓക്കെ. അതായത് സാധാരണ ഇപ്പം ഞങ്ങൾ ഇവിടെ മാഗിയുടെ നൂഡിൽസ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം ഇൻഡോമിയുടെ നൂഡിൽസ്. അതെ, ഇൻഡോമിയുടെ 2 പാക്കറ്റ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് ഏതൊക്കെയാ? സൂപ്പും മറ്റേത് മീഗോറങ്ങ ഇവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതെ. അപ്പൊ ഇന്ന് നമ്മള് ഇതൊന്നും അല്ലാതെ ഇതുവരെ നമ്മളിവിടെ ട്രൈ ചെയ്യാത്ത ഒരു നൂഡിൽസ് ഉണ്ടാക്കി നോക്കാൻ പോവാം. ഏതാന്ന് കാണിച്ചു തരാം. ഇത് നിസിന്റെ ടോപ്പ് രാമൻ ചേട്ടന്റെ ഫിയറി ചില്ലി അങ്ങനത്തെ ഒരു ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ ഇത് കഴിച്ചിട്ടില്ല. ഞാൻ എപ്പോഴോ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് ഈ ഫ്ലേവർ അല്ല, വേറെ ഒരു ഫ്ലേവർ. അപ്പം അതൊക്കെ മറന്നുപോയി. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത്. അതെ, കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഇൻഡോമി മാത്രം കഴിച്ചപ്പോൾ വേറെ ഫ്ലേവർ നമുക്ക് അറിയത്തില്ല. ഞാനൊരു മാഗി ഫാൻ ആയിരുന്നു. മാഗി മാത്രമേ ഞാൻ കഴിക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇൻഡോമി കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഇത് ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നും അല്ല, ആൾക്കാർ തെറ്റിദ്ധരിക്കും. പക്ഷെ ഇൻഡോമി കഴിക്കാൻ തുടങ്ങി, അതിനകത്ത് ഇത് ഈ മീഗോറങ് അത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാവരും മീഗോറങ് ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ഈ മാഗി മാത്രം ട്രൈ ചെയ്യുന്നവര് മീഗോറങ് ഒന്ന് കഴിച്ചു നോക്കും. അപ്പൊ നമ്മൾ ഇന്ന് അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ഇത് കണ്ടിട്ട് നമുക്ക് ഇതിനകത്ത് വെജിറ്റബിൾസും അതും ഇത് കിടക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചു ആദ്യമായിട്ടൊരു നൂഡിൽസ് ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യില്ല. അപ്പൊ അത് കറക്റ്റ് ഇതിനകത്ത് ഇവർ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ചെയ്തു നോക്കാം. അത് കറക്റ്റ് നമുക്ക് പിന്നെ നമ്മള് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ വേറൊരു ഫ്ലേവർ വരുമല്ലോ, അത് നമുക്ക് പിന്നെ നോക്കാം. ഇത് ആദ്യം ഇങ്ങനെ കഴിച്ചു. അപ്പൊ ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്നത് 1.5 കപ്പ് വെള്ളം, 210 ml. അതിനകത്ത് നൂഡിൽസ് ഇട്ട് ബോയിൽ ചെയ്ത വാട്ടറിനകത്ത് നൂഡിൽസ് ഇടുക. പിന്നെ 1 മിനിറ്റ് കുക്ക് ചെയ്യുക. ബാക്കി അത് കഴിഞ്ഞിട്ട് മിക്സ്, അതിനകത്ത് സീസണിങ് മിക്സ് ഇട്ടിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. അതായത് മൊത്തത്തിൽ 3 മിനിറ്റ്. നമ്മളെടുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ നേരം എടുക്കും. ഓക്കെ. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാം. ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 210 ml. നമുക്കൊരു ഏകദേശം ഒരു ഒഴിക്കാം. പറയണേ എത്രയായ? അത് മതി, അതങ്ങ് ഒഴിച്ചോ. അത് 210 ഉണ്ട് ഏകദേശം. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു. ബാക്കി വരുന്ന വെള്ളം അധികം വരുവാണെങ്കിൽ നമുക്ക് ഊറ്റിക്കളയാം. ഓക്കെ. അല്ല, ഇവര് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് ഗ്രേവി റിമെയിൻ ചെയ്യണം എന്നാ. ഊറ്റിക്കളയരുതോ? ഗ്രേവി അലോ ഗ്രേവി ടു റിമെയിൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ബോയിലിംഗ് വാട്ടറിനകത്തോട്ടായിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കട്ടെ. വെള്ളം ഇച്ചിരി തീ കൂട്ടിയിട്ടേ. ഇത് ഇച്ചിരി വേറൊരു കളറാട്ടോ. അപ്പം ഞാൻ ബാറ്റൺ ഐവിന് കൊടുത്ത് കൈമാറി. ഇതാണ് നമ്മുടെ സീസണിംഗ് മിക്സ്. കാരണം ഇവിടെ ഇതാരാ വരുന്നത്? എന്തോ ഇച്ചിരി ഇവിടെ സാധാരണ നൂഡിൽസ് എപ്പോഴും ഉണ്ടാക്കുന്ന ഐവിന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉണ്ടാക്കിക്കോ. അമ്മ ഇവിടെ വന്നിരുന്ന് വെള്ളം ഇറക്കുന്നു. മുഖത്തെ ഒരു ഗാംഭീര്യം കണ്ടോ? ഞാൻ എക്സ്പ്രഷൻ ഒക്കെ ഇടുക കേട്ടോ. അമ്മയുടെ അടുക്കള കയറി നമ്മൾ ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സംതൃപ്തി ഇല്ല. അമ്മയ്ക്ക് അമ്മ തന്നെ ഫുഡ് ഉണ്ടാക്കും. അതുപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വലിച്ചു വാരിയിട്ടു. എന്റെ പാത്രവും അടുപ്പും ഒക്കെ സൂക്ഷിച്ചു. പ്രായമായില്ല, അകത്തകാനും പോയിരുന്നു ഇവിടെ. നീ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാള്. എന്ത് പ്രായമായി എന്നെ എവിടെങ്കിലും ഒതുക്കാൻ? അമ്മ ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മള് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യും, അങ്ങനല്ലേ? ഒരു കാര്യം ചെയ്യും, പേപ്പർ കൊണ്ടുപോവാ, ഞാൻ എഴുതി തരാം. എന്ത് ഞാൻ റിട്ടയർഡ് ആയെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പെൻഷൻ തരണം. എന്നാ പിന്നെ സൈഡിലൊക്കെ നിന്നോട്ടെ, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഈ നൂഡിൽസ് ഈ 4-5 ആയിട്ടൊക്കെ ബ്രേക്ക് ചെയ്യണമെന്ന മാഗി പറയാറ്. മാഗിയുടെ പാക്കറ്റ് 4 ആയിട്ട് ഒടിക്കണമെന്ന് ഇട്ടേക്കുന്നു. ഒടിച്ചു കഴിഞ്ഞാൽ സുഖമായി. അപ്പൊ നമുക്ക് ഇതിന്റെ മസാല ഒന്ന് ഇടാം. കാരണം 1.5 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 1 മിനിറ്റ് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടും നല്ല റെഡ് മസാലയാണ്. അമ്മ എന്താ മേടയ്ക്ക് വന്ന് നോക്കുന്നേ? അല്ല, ഒരു ഇച്ചിരി നൂഡിൽസ് ഉണ്ടാക്കാൻ എന്തുവാ ഇവിടെ തകൃതി? അമ്മ എന്തുവാ ടിപ്പിക്കൽ അമ്മായിമാർ റൂട്ട് കിടന്ന് ബഹളം വെക്കുന്നേ? ഒരു മര്യാദ വേണ്ടേ? എന്തുവാ ഇത്? ആ ഒരു സാധനം ഉണ്ടാക്കാൻ ഒരാൾ കണ്ടിക്കുന്നു, എടുക്കുന്നു, ഇടുന്നു. ഞങ്ങളുടെ അമ്മച്ചി ഡ്രാമാറ്റിക് ലിൻസ്. അപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഒത്തിരി അവര് എന്താ പറയുന്നത്, ഗ്രേവി വെക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ ഇത് ഓഫ് ചെയ്തേക്കാം അല്ലേ? അതെ, കണ്ടിട്ട് ഓഫ് ചെയ്യാൻ പറ്റിയ പരിവായെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മളിത് എടുക്കാം.
അത്ര സ്റ്റിക്കി ഒന്നും അല്ലെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഇരിക്കുമ്പം ആവുന്നുണ്ട്. അല്ല നമ്മുടെ മാഗിയുടെ മാഗി പോലും നമ്മൾ നൂഡിൽസ് എന്ന് പറയുമ്പോൾ എപ്പോഴും മാഗി. ഇപ്പൊ നെയിൽ പോളിഷ് നമ്മൾ ക്യൂടെക്സ് കൊണ്ട് പറയുന്ന കാര്യം പറഞ്ഞ പോലെ നൂഡിൽസ് എന്ന് പറയുമ്പോൾ മാഗി വരുന്നത് മാഗിയാണ്. നമ്മുടെ ആ ഒരു ശീലിച്ചു പോയി. ഉണ്ടോ ഇച്ചിരി ഒന്ന് ഞാൻ ഇച്ചിരി ഒരു ഗ്രേവി ചെറുതായിട്ട് വെച്ചായിരുന്നു. ഇപ്പൊ ഇച്ചിരി ഒന്ന് പറ്റി. പക്ഷേ ഇത് നമ്മുടെ ഇൻഡോമി ഇങ്ങനെ കാരണവശാലും ഒട്ടത്തില്ല. അത് കറക്റ്റ് നൂഡിൽസ് ഇതിന് ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഞാനാണോ ടേസ്റ്റ് ചെയ്യണ്ടേ? അത് നീ തന്നെ ഫ്ലേവർ ചെയ്യേണ്ടത്. കണ്ടിട്ട് ഒരു ഇതില്ല, ഒന്ന് കഴിച്ചു നോക്കാം. മണവും ഒരു വലിയ സുഖമില്ലാത്ത വലിയ ഒരു പ്രതീക്ഷ ഇല്ലാതാന്ന് തോന്നുന്നു കഴിക്കുന്നല്ലേ. അതെ, എങ്ങനെയുണ്ട്? നല്ല എരി, ഭയങ്കര എരിയാണോ? എരിയുണ്ട് നല്ല പോലെ. പക്ഷേ അമ്മ എപ്പം മണത്തങ്ങ് അടുത്ത് വന്നു. ഞാൻ നോക്കാം. കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക. നീ കഴിച്ചിട്ട് കറക്റ്റ് പറ, നീയാണല്ലോ നൂഡിൽസ് എക്സ്പേർട്ട്. ഇത് ഇച്ചിരി എരി കുറയ്ക്കണം. അമ്മയാണെങ്കിൽ ടച്ചിങ്സ് ഒക്കെ അടിക്കുന്ന പോലെ കയ്യിലൊക്കെ ഇട്ട് മലത്തി അടിക്കുന്നു. നല്ല എരിയുണ്ടോ? പക്ഷെ എനിക്ക് എന്തുവാ പറയുന്നേ, ആ നൂഡിലില്ലേ അത് കൊള്ളാം, അതിന് കൊള്ളാം. ഇതിന്റെ മസാല ഇച്ചിരി കൂടെ ബെറ്റർ ആവാൻ തോന്നുന്നു. നിങ്ങൾ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്തോ ഇവരെന്തിനാ ഇത്രയും മസാല വാരി ഇട്ടേക്കുന്നത്? അത് പ്രധാനമായിട്ട് ഈ മുളക് പൊടി അതിനകത്ത് മെയിൻ ആയിട്ട് ഇട്ടേക്കണം. എന്തോ ഇതിനകത്ത് അവര് പറഞ്ഞിട്ടുണ്ട്, അവര് ചില്ലി ഇൻഫ്യൂസ്ഡ് നൂഡിൽസ് ആണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും അങ്ങ് മുളക് വാരി ഇടരുതായിരുന്നു. ആ നൂഡിൽ നല്ലതാ. ഇച്ചിരി നമ്മൾ അപ്പൊ ഇടുമ്പോ കുറച്ചിടണം അല്ലേ? അതെ, ആ സീസണിങ് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി, ഓവറായി പോകരുത്. ഒരു എന്തോ റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? എനിക്കൊരു 10-ൽ 5.5 കൊടുക്കാൻ തോന്നുന്നുള്ളൂ. അതിൽ കൂടുതലില്ല, സോറി. അപ്പോ നമ്മുടെ നൂഡിൽസ് പരീക്ഷണമായിരുന്നു. അതെ, ഇത് എന്താ പറയുന്നത്, കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. കാരണം ആ നൂഡിൽ അത്യാവശ്യം നല്ലതാണ്. ആ സീസണിങ് അവർക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാം. അപ്പൊ നമുക്കിനി ഇൻഡോമിയുടെ ഒരു വീഡിയോ ചെയ്യാം. അതെ, കാരണം ഇൻഡോമി അത്യാവശ്യം ഗോറങ്ങ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരെണ്ണം ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അമ്മ ഇവിടെ നിന്ന് തിന്നോണ്ടിരിക്കുന്നു. ഞങ്ങള് ബാക്കിയും കൂടെ ഒരു ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു. പിന്നെ തിന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പോവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.